ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം ആണ് നാളെ അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് A+ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് മിസ് ചെയ്യുന്നു ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ A+ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് A+ കിട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അതിന് മുന്നേ തന്നെ ഒരുപാട് പേർക്ക് അറിയില്ല A+ എത്ര മാർക്കിനാണ്. +1 എനിക്ക് 80-ൽ 72 ഉണ്ട്, അപ്പോൾ എനിക്ക് A+ കിട്ടും. അങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അവരോടായിട്ട് പറയാണ്, നിങ്ങൾക്ക് +1 A+ ഉണ്ടായി എന്ന് കരുതിയിട്ട് +2 A+ കിട്ടണം എന്നില്ല. +1 A+ ഇല്ല എന്ന് കരുതി +2 A+ കിട്ടില്ല, അങ്ങനെയും ഇല്ല. +1-ലെയും +2-ലെയും 100-ൽ 100 മാർക്ക് ആഡ് ചെയ്ത് മൊത്തം 200. ആ 200-ൽ 180 അതിൻ്റെ മുകളിലോ ഉണ്ടെങ്കിലാണ് A+ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിന് A+ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അഥവാ ഇനിയിപ്പോൾ വായിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി എങ്കിലും നിങ്ങൾ ഗൈഡോ അല്ലെങ്കിൽ PDF നോട്ടൊക്കെ നോക്കിയിട്ട് വായിക്കണം. ദെൻ രണ്ടാമത്, പോയം ലൈൻ ബൈ ലൈൻ മീനിങ് നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാ പോയത്തിൻ്റെയും ലൈൻ ബൈ ലൈൻ മീനിങ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? എല്ലാ ഫോർമാറ്റുകളും ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കുന്നതായിട്ടുള്ള എല്ലാ ഫോർമാറ്റ്സിൻ്റെയും വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാം. എല്ലാ ഫോർമാറ്റും ഒരു 20ഓളം ഫോർമാറ്റുകൾ അതിൽ വരുന്നുണ്ട്. ആ ഫോർമാറ്റ് തന്നെയാണ് ആ ഡിസ്കോഴ്സസ്, എക്സാമിന് ചോദിക്കാവുന്ന ഡിസ്കോഴ്സസ്. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചോദിക്കും, ഇമെയിലായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്താണ്, essay ആയിട്ട് വരാൻ സാധ്യതയുള്ളത് എന്താണെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. അപ്പോൾ ഫോർമാറ്റുകൾ പഠിച്ചിരിക്കണം. നാലാമത്തേത്, essay ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത്. നമ്മൾ ഇത്തവണ വലിയൊരു സർപ്രൈസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ ചില സബ്ജക്റ്റൊക്കെ നമ്മൾ ഞെട്ടിച്ചിട്ടുള്ളതുപോലെ ഇംഗ്ലീഷ് ഞെട്ടിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. നോർമലായിട്ട് ഇതുവരെ പോയിട്ടുള്ള ഒരു പാറ്റേൺ അനുസരിച്ചിട്ടാണ് എളുപ്പമായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ essay ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. വരാൻ സാധ്യതയുള്ള 17 essay ക്വസ്റ്റ്യൻസും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് നോക്കി നിങ്ങൾ ആ 17 ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ essay ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റേതായതുകൊണ്ട് നമ്മുടെ ഒത്തിരി മാർക്ക് അവിടെ കിട്ടുന്നതാണ് അല്ലേ? അപ്പോൾ essay ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഗ്രാമർ. നിങ്ങൾക്ക് വേണ്ട ഗ്രാമറും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഗ്രാമർ പഠിക്കുമ്പോൾ ഇഫ് ക്ലോസ് പഠിക്കണം. ദെൻ പിന്നെ പഠിക്കേണ്ടത് കൊഹസീവ് ഡിവൈസസ് പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കണം. ദെൻ പാസിവേഷൻ പഠിക്കണം, ആക്റ്റീവ് ടു പാസീവ് വോയിസിലേക്ക് ആക്കാനുള്ളത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലേക്ക് മാറ്റാനുള്ളത് പഠിക്കണം. ദെൻ ഏകദേശം ഈ ഗ്രാമറുകളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ എല്ലാ ആൻസറും വെറൈറ്റിയോട് കൂടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബോക്സസ് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. ആൻസർ ഷീറ്റ് ഭംഗിയുള്ളതായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഓർഡറിലല്ല എഴുതിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പക്ഷേ സമയം നമ്മുടെ പോകാതെ നോക്കണം. കറക്റ്റ് സമയത്ത് എക്സാം എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒത്തിരി മാർക്കുള്ളത് ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ മാർക്കിൻ്റെ ലാസ്റ്റിലേക്ക് എഴുതുക. അങ്ങനെ എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് A+ സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നാളത്തെ ഇംഗ്ലീഷ് എക്സാം എളുപ്പമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഉള്ളൊരു കോൺഫിഡൻസ് വേണം. നാളത്തെ ഇംഗ്ലീഷ് എക്സാം എളുപ്പമായിരിക്കും, എനിക്ക് നല്ല മാർക്ക് കിട്ടും, ഞാൻ നന്നായിട്ട് എഴുതും, സമയം കൃത്യമായിട്ട് ഞാൻ മാനേജ് ചെയ്യും എന്ന് നിങ്ങളും ഉള്ളിൽ തന്നെ അങ്ങനെ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാം എളുപ്പമാവുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. താങ്ക്